ഈ സമയത്ത് നിങ്ങൾ വെറും 12,000 റുപ്പീസ് നിങ്ങൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? 50ാമത്തെ വയസ്സിൽ ഈ പറയുന്ന 1.25 കോടിയിലേക്ക് എത്താം. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ വീഡിയോയിൽ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. 30 വയസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് 12,000 എന്ന് ഞാൻ പറഞ്ഞു. ഇതെന്ത് ചെയ്യണം? ഇത് 3 ഫണ്ടിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതായത് 4,000 വെച്ചിട്ട് 3 ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. 20 വർഷം എന്ന വലിയ ലോങ് ടൈം പീരീഡ് ഉള്ളത് കൊണ്ട് തന്നെ റിസ്ക് പരമാവധി എടുക്കാൻ പറ്റുന്ന ഒരു പീരീഡാണ്. മാക്സിമം സ്മോൾ ക്യാപ്പ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, മൾട്ടി ക്യാപ്പ് ഫണ്ട്, ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ പീരീഡ് ഹൈ റിസ്ക് എടുക്കാൻ പറ്റുന്ന ലോങ് ടൈം പീരീഡാണ്. 20 വർഷം എന്ന് പറയുന്നത് വലിയൊരു ലോങ് ടൈം പീരീഡാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടൊക്കെ ഒരു മിനിമൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ടൈം പീരീഡിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 16% ആണ്. ഒരു മിഡ് ക്യാപ്പ് ഫണ്ടിലേക്ക് പോകുകയാണെങ്കിൽ 15% ആണ്. ഈ ഒരു ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിൽ 14%. ഏറ്റവും മിനിമം, ഞാൻ പറഞ്ഞത് ഏറ്റവും മോശമായ ഫണ്ട് പോലും ലോങ് ടൈമിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 12,000 റുപ്പീസ് വെച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. വീണ്ടും പറയുന്നു, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോകുന്ന ആടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ അടുത്ത 20 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് വെറും 28,80,000 രൂപയാണ്. 28.8 lakhs റുപ്പീസാണ്. എന്നാൽ ഈ എമൗണ്ട് വളർന്നിട്ട് ടോട്ടൽ വെൽത്ത് അദ്ദേഹത്തിൻ്റെ 1.6 crore റുപ്പീസ് ആകും. 1,60,00,000 രൂപയായി മാറിയിട്ടുണ്ടാകും. ഡ്യൂ ടു കോമ്പൗണ്ടിങ് പവറാണ്. ഓരോ വർഷം കഴിയുമ്പോഴും വളരെ ഫാസ്റ്റായിട്ട് കോമ്പൗണ്ടിങ്ങിന് പവർ കൊണ്ട് നമ്മുടെ ഈ ചെറിയ ക്യാപിറ്റൽ വളർന്ന് 1,60,00,000 രൂപയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ 1,60,00,000 രൂപ ഒരു പക്ഷേ ചിലപ്പം വേണ്ടി വരില്ല. കാരണം എന്താ? ആ കുട്ടി ചിലപ്പോൾ ഒരു എൻട്രൻസ് ഒക്കെ എഴുതി വളരെ സിമ്പിളായിട്ട് വീട്ടുകാർക്ക് ലാഭം ഉണ്ടായി കൊടുത്താലോ, അല്ലേ? അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം. അപ്പോൾ ഈ 1,60,00,000 രൂപ നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാൻ വേണ്ടി യൂസ് ചെയ്യാം. അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഈ 1 കോടി ഉണ്ടെങ്കിൽ നമുക്കൊരു SWP പ്ലാനിലേക്ക് അത് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു 1,00,000 രൂപയ്ക്ക് മുകളിലേക്ക് നമുക്ക് എല്ലാ മാസവും ഇൻകം കൊണ്ടുവരാൻ പറ്റും.